ചേംബർ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് മത്സരിക്കും. സെക്രട്ടറി സ്ഥാനത്തേക്കാകും സാന്ദ്ര മത്സരിക്കുക. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയായി സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടതിന് പിന്നാലെയാണ് സാന്ദ്ര തോമസ് ഫിലിം ചേംബറിലേക്ക് പത്രിക നൽകിയത്. സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗം എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു പത്രിക സമർപ്പിച്ചത്. ഈ രണ്ട് പത്രികയും സൂക്ഷ്മ പരിശോധനയിൽ സ്വീകരിച്ചു. എന്നാൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക സാന്ദ്ര പിൻവലിച്ചു. സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാകും മത്സരിക്കുക. സാന്ദ്രയ്ക്കൊപ്പം MA നിഷാദ്, മമ്മി സെഞ്ചുറി എന്നിവരും മത്സര രംഗത്തുണ്ട്. എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം. ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ളൊരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അതുണ്ടായില്ല. ഇവിടെ ജനാധിപത്യ ക്രമത്തിനനുസരിച്ചുള്ളൊരു രീതിയിൽ ഒരു ഇലക്ഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ നടന്നാൽ ജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മുൻ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അനിൽ തോമസ്, ശശി അയ്യഞ്ചിറ എന്നിവരാണ് സജി നന്ദ്യാട്ടിന് എതിരുള്ളത്. ചതി പാടില്ല. നമുക്ക് നേരിട്ട് പറയാം. നേരിട്ട് വേണം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെ പറയുക. പുറയുന്ന കുത്തരുത്. ഏറ്റവും ബ്രൂട്ടേന്ന് കേട്ടിട്ടില്ലേ? ഇതാ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കും. പിന്നെ ഇവിടെ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, ഇപ്പൊ എന്നെ ഇതിനകത്ത് പെടുത്തിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ കമ്മിറ്റി മെമ്പറോ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗത്തിലുള്ള ആളോ അല്ല. മുറുക്കാൻകടയിൽ മുറുക്കാനില്ലെന്ന് പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ വയ്ക്കുന്നത് ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സജി നന്ദ്യാട്ട് അയോഗ്യനാണെന്ന് നേരത്തെ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളതിനാൽ മത്സരിക്കാമെന്ന വരണാധികാരി നിലപാടെടുത്തു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫിലിം ചേംബറിന്റെ 47 അംഗ കമ്മിറ്റിയിലേക്കാണ് ഈ മാസം 27-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 40 എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളാണ്. സൈഫുനിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.